മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. മത്സ്യബന്ധനത്തിനായി പോയി തിരികെ വരവെ ശക്തമായ തിരയിൽ പെട്ടാണ് വള്ളം മറിഞ്ഞത്. പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, നേരത്തെ പ്രശാന്ത് പറഞ്ഞ റിപ്പോർട്ടനുസരിച്ച് വള്ളത്തിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ 3 പേർ 2 പേർ ആശുപത്രിയിലായി, ഒരാൾ മരിച്ചു, 4 പേരുണ്ടായിരുന്നു. അതിൽ ഇനിയും ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ മുതലപ്പുഴയിൽ വെച്ച് അപകടമുണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? സ്വപ്ന, 2 അപകടങ്ങളാണ് രാവിലെ മുതലപ്പുഴയിൽ നടന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നത്. ആദ്യ വള്ളം അപകടത്തിൽപ്പെടുന്നു. തിരികെ, അതായത് മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുന്ന വള്ളമാണ് ഈ ഉയർന്ന തിരമാലയിൽ ഇടിച്ച് തകരുന്ന ഒരു സാഹചര്യം, മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിലാണ് ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചിരിക്കുന്നത്. എബ്രഹാമിനെ, അതായത് ഈ വള്ളത്തിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രദേശവാസികളും അവിടെ രക്ഷാപ്രവർത്തനമുള്ളവരും വ്യക്തമാക്കുന്നത്. ഇതിൽ ശേഷം ഈ എബ്രഹാമിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുണ്ടായി. ആശുപത്രിയിൽ, കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് എബ്രഹാം മരിച്ചിരിക്കുന്നത്. മറ്റ് 4 പേർ ആദ്യ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 3 പേരുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ, ചിറയൻകീഴിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഈ 3 പേർ. ഇതോടൊപ്പം തന്നെ മറ്റൊരു വള്ളം അപകടത്തിൽപ്പെട്ടു. അതിലൊരാളെ കാണാനുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ വള്ളം അവിടെ പുലിമുട്ടിൽ ഇടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഏതായാലും 2 അപകടങ്ങളാണ് ഉണ്ടായത്. 2 അപകടങ്ങളിൽ ഏറ്റവും ദുഃഖകരമാകുന്നത് ഒരാളുടെ വിയോഗ വാർത്ത തന്നെയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെ ഏതായാലും മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സമാനമായ രീതിയിൽ മുതലപ്പുഴയിൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴായി പുലിമുട്ടിന്റെ അടക്കം നിർമ്മാണം അശാസ്ത്രീയമാണെന്ന തരത്തിൽ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അതിനുശേഷവും ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത് ഈ സർക്കാരിന്റെ ഭാഗത്തടക്കം ഉണ്ടാകുന്ന ഉറപ്പുകളുടെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായി ഉയരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ വിമർശനവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് പ്രദേശവാസികൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഒരു മരണം, ദാരുണമായ ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില തൃപ്തികരമായി തുടരുന്നു.